പാലപ്പിള്ളി കുണ്ടായിൽ വീണ്ടും പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. കുണ്ടായി തോട്ടം തൊഴിലാളിയായ കൊല്ലേരി അഷറഫിന്റെ പശുക്കുട്ടിയാണ് ചത്തത്. ശനിയാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. വധശ്രമക്കേസിൽ ഒളിവിലായിരുന്ന പിടികിട്ടാപ്പുള്ളിയെ പുത്തൻവേലിക്കരയിൽ നിന്നും അറസ്റ്റ് ചെയ്തു. പുത്തൻവേലിക്കര സ്വദേശി ചെമ്പിശ്ശേരി വീട്ടിൽ ഗോകുലിനെയാണ് അറസ്റ്റ് ചെയ്തത്. സംസ്ഥാനത്തെ മികച്ച സാംസ്കാരിക സംഘടനയ്ക്ക് നവമലയാളി കൂട്ടായ്മ ഏർപ്പെടുത്തിയ സാംസ്കാരിക പുരസ്കാരം കുഴിക്കാട്ടുശ്ശേരി ഗ്രാമിക ഏറ്റുവാങ്ങി. പ്രസിഡന്റ് പി കെ കിട്ടൻ പുരസ്കാരം സ്വീകരിച്ചു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. പാലപ്പിള്ളി കുണ്ടായിൽ വീണ്ടും പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. കുണ്ടായി പാടിയിൽ താമസിക്കുന്ന തോട്ടം തൊഴിലാളിയായ കൊല്ലേരി അഷറഫിന്റെ പശുക്കുട്ടിയാണ് ചത്തത്. പാടിയോട് ചേർന്ന് കെട്ടിയിട്ട പശുക്കുട്ടിയെ പുലി ആക്രമിക്കുകയായിരുന്നു. ശനിയാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. പശുക്കുട്ടിയുടെ ശരീരഭാഗങ്ങൾ പുലി ഭക്ഷിച്ച നിലയിലാണ്. പശുക്കളുടെ കരച്ചിൽ കേട്ട് വീട്ടുകാർ എത്തിയപ്പോഴേക്കും പുലി സമീപത്തെ റബ്ബർ തോട്ടത്തിലേക്ക് പോയതായി വീട്ടുകാർ പറഞ്ഞു. ശനിയാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. കഴിഞ്ഞ ദിവസവും ഇവിടെ പുലി ഇറങ്ങിയതായി നാട്ടുകാർ പറയുന്നു. ഒരാഴ്ചക്കിടെ രണ്ടാം തവണയാണ് പ്രദേശത്ത് പുലി ഇറങ്ങി വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്നത്. 2 ദിവസം മുമ്പ് ചിമ്മിനി ഡാം റോഡിൽ ചീനിക്കുന്ന് ഭാഗത്ത് പുലി ഇറങ്ങി പശുവിനെ കൊന്നിരുന്നു. ജനവാസ മേഖലയിൽ നിരന്തരം പുലി ഇറങ്ങിയതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ്. പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മീഡിയ ടൈം, പുതുക്കാട്. വധശ്രമക്കേസിൽ ഒളിവിലായിരുന്ന പിടികിട്ടാപ്പുള്ളിയെ പുത്തൻവേലിക്കരയിൽ നിന്നും അറസ്റ്റ് ചെയ്തു. മാള ചക്കാട്ടിക്കുന്ന് ഷാപ്പിന് സമീപം 2024 മാർച്ച് 17 വൈകിട്ട് പുത്തൻവേലിക്കര സ്വദേശി വാഴപ്പിള്ളി വീട്ടിൽ ജെഫ്രിനെ ആക്രമിച്ച കേസിലെ പ്രതിയായ എറണാകുളം പുത്തൻവേലിക്കര സ്വദേശി ചെമ്പിശ്ശേരി വീട്ടിൽ ഗോകുലിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പുത്തൻവേലിക്കരയിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. കേസിലുൾപ്പെട്ടതിനു ശേഷം കോടതിയിൽ നിന്നും ജാമ്യം വാങ്ങി വിചാരണ നടപടികളിൽ സഹകരിക്കാതെ ഒളിവിൽ പോയതിനെ തുടർന്ന് ഇയാളെ പിടികൂടുന്നതിനായി കോടതി പിടികിട്ടാപ്പള്ളി വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു. ഈ വാറന്റ് പ്രകാരമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. പുത്തൻവേലിക്കര പോലീസ് സ്റ്റേഷനിലെ റൌഡിയായ ഗോകുൽ പുത്തൻവേലിക്കര, കുന്നത്തുനാട്, മാള പോലീസ് സ്റ്റേഷൻ പരിധികളിലെ 2 വധശ്രമ കേസിലും 2 അടിപിടി കേസിലുമടക്കം 4 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. ഇയാൾക്കെതിരെ 2025 ഫെബ്രുവരിയിൽ കാപ്പപ്രകാരം നാടുകടത്തലിന് വിധേയനാക്കിയിട്ടുണ്ട്. മാള പോലീസ് സ്റ്റേഷൻ SHO സജിൻ ശശി, SI KT ബെന്നി, GSCPOമാരായ ഉണ്ണികൃഷ്ണൻ, MR ലിബിൻ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. മീഡിയ ടൈം, മാള. സംസ്ഥാനത്തെ മികച്ച സാംസ്കാരിക സംഘടനയ്ക്ക് നവമലയാളി കൂട്ടായ്മ ഏർപ്പെടുത്തിയ സാംസ്കാരിക പുരസ്കാരം കുഴിക്കാട്ടുശ്ശേരി ഗ്രാമിക ഏറ്റുവാങ്ങി. തൃശൂർ സാഹിത്യ അക്കാദമി MT ഓഡിറ്റോറിയത്തിൽ പ്രമുഖ ചിത്രകാരൻ റിയാസ് കോമുവിൽ നിന്നും പ്രസിഡന്റ് പി കെ കിട്ടൻ പുരസ്കാരം സ്വീകരിച്ചു. 25,000 രൂപയും പ്രശസ്തി പത്രവും ഉൾപ്പെടുന്നതാണ് പുരസ്കാരം. പ്രൊഫസർ VK സുബൈദ അധ്യക്ഷയായി. ജൂറി ചെയർമാൻ PN ഗോപികൃഷ്ണൻ, കവി അൻവർ അലി, കാർട്ടൂണിസ്റ്റ് EP ഉണ്ണി, KM അബ്ദുൾ ഗഫൂർ എന്നിവർ സംസാരിച്ചു. നിങ്ങളുടെ മനസ്സ് എന്ന് പറയുന്നത് ഞങ്ങൾക്കെതിരാണെന്ന് പ്രഖ്യാപിക്കുക അങ്ങനെയാണ്. ആ അടിവരയിട്ട് വന്നിട്ട് കിട്ടമാഷ് തൻ്റെ നാട്ടിലെ കുഴിക്കാട്ടുശ്ശേരി ഗ്രാമീണ വായനശാലയിലാണ് അന്നത്തെ ഏറ്റവും വലിയ, തൃശ്ശൂർ പട്ടണത്തിലേക്കാളും വലിയ തരത്തിൽ ഈ ഒരു സാംസ്കാരികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അവിടെ നിന്ന് അത് തുടങ്ങി ആ കാലത്തെ അവരുടെ സ്മരണികകൾ അതൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ വലിയ ഒരു ചരിത്രമാണ്, ഒരു സമകാലീന ചരിത്രം, സമകാലീന ധൈഷണിക ചരിത്രമാണ്, സാമൂഹ്യ ചരിത്രമാണ്, രാഷ്ട്രീയ ചരിത്രമാണ്. അങ്ങനെ നിരവധി തരത്തിലുള്ള വലിയ ചരിത്ര രേഖകളാണതൊക്കെ. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. അഷ്ടമിച്ചിറയിൽ ലോറി കുഴിയിൽ താഴ്ന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. ചാലക്കുടിയിൽ നിന്നും അഷ്ടമിച്ചിറ വൈന്തല വഴി എറണാകുളത്തേക്ക് പോവുകയായിരുന്ന ലോറിയാണ് ഇന്നു പുലർച്ചെ ജൽജീവൻ മിഷൻ പദ്ധതിക്കായി കുഴിച്ച കുഴിയിൽ താഴ്ന്നത്. പാലിയേക്കരയിൽ നിന്നും വലിയ ക്രെയിൻ എത്തിച്ച് ഏറെ നേരത്തെ പരിശ്രമത്തിന്റെ ഫലമായാണ് വാഹനം കുഴിയിൽ നിന്നും കയറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത്.
പുത്തഞ്ചിറ ഗ്രാമീണ വായനശാല, പട്ടേപ്പാടം, താഷ്കന്റ് ലൈബ്രറി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഗാദർ പട്ടേപ്പാടം എഴുതിയ പുതിയ ഓണപ്പാട്ടുകളുടെ പ്രകാശനം നടന്നു. TC നാരായണൻ, തുമ്പൂർ ലോഹിതാക്ഷൻ എന്നിവർ ചേർന്ന് പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. എന്താ പറയുക, അതിൻ്റെ അങ്ങനെ പ്രകാശനം ചെയ്യണം എന്നുള്ളത് ഇപ്പോഴാണ് അദ്ദേഹം പറയുന്നത്. ഈ പ്രകൃതി സുന്ദരമായ ഈ സ്ഥലത്ത് വരാനും അദ്ദേഹത്തിൻ്റെ ഓണപ്പാട്ടുകൾ പ്രകാശനം ചെയ്യുന്ന ഈ ചടങ്ങിൽ പങ്കെടുക്കാനും അതോടൊപ്പം തന്നെ പ്രകാശന ചടങ്ങിൽ എന്നോട് പ്രകാശനം ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടതിൽ ഞാൻ അങ്ങേയറ്റം എന്താ പറയുക കൃതാർത്ഥനാണ്. TS സജീവൻ, CB ഷക്കീല എന്നിവർ പുസ്തകം ഏറ്റുവാങ്ങി. TK ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ I ബാലഗോപാലൻ ഗായകരെ ആദരിച്ചു. AK ദേവരാജൻ, ഗാദർ പട്ടേപ്പാടം, PS ശങ്കരൻ, AB ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ജനങ്ങൾ നിലനിർത്തുന്നതിന് സാമൂഹിക മാധ്യമങ്ങളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പോലുള്ള പ്രസ്ഥാനങ്ങളും ഒക്കെ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. കാസറ്റ് കമ്പനികൾ, മ്യൂസിക് കമ്പനികളും അതുപോലെ എഴുത്തുകാരും അങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെ ഇതിനെ ദൃശ്യ ശ്രാവ്യ സംരംഭങ്ങളിലൂടെ ഈ വികാരത്തെ പ്രോജ്വലിപ്പിക്കുന്നതിന് വളരെ കാര്യമായിട്ട് ശ്രമിച്ച് വരുന്നുണ്ട്. പുത്തഞ്ചിറ ഗുരുധർമ്മ പ്രബോധിനി സഭ കുടുംബക്ഷേമനിധിയുടെ വാർഷിക പൊതുയോഗം നടന്നു. KPMS സംസ്ഥാന വൈസ് പ്രസിഡന്റ് PN സുരൻ ഉദ്ഘാടനം ചെയ്തു. ഈ സഭയുടെ മുന്നോട്ട് പോക്കിനെ സംബന്ധിച്ചും അതിന്റെ തുടർച്ചയെ സംബന്ധിച്ചും കേൾക്കാനും അറിയാനും ഒക്കെ കഴിഞ്ഞത് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ടാണ്, ഒരു സന്ദർഭമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗുരുവിൻ്റെ ഒരു ആപ്തവാക്യമുണ്ട്: അറിയാനും അറിയിക്കാനുമല്ല, വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. അറിവിന്റെ ലോകം എന്ന് പറയുന്നത് കടല് പോലെ കിടക്കാണ്. എത്ര കോരിയെടുത്താലും അത് അവസാനിക്കുന്നില്ല. നമ്മളൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ ചരിത്രത്തെ കുറിച്ചും നമ്മൾ കടന്നു പോകുന്ന നാൾവഴികളെ കുറിച്ചും ഒക്കെ തന്നെ നേരിട്ടറിയുകയും നേരിട്ട് സംവദിക്കുകയും പഠിക്കുകയും അത് തുടർന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വങ്ങളുമാണ് ഈ വേദിയിലും സദസ്സിലുമുള്ളത്. രാജു പനങ്ങാട്ട് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ KK ചന്ദ്രശേഖരൻ കറുകപ്പിള്ളി വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. MR സന്തോഷ് ബാബു, തിലകൻ തയ്യിൽ, CK യുതി, TR ശിവൻ, MP സുധാകരൻ, MD ഉണ്ണികൃഷ്ണൻ, ബേബി പപ്പൻ, PM വത്സൻ എന്നിവർ സംസാരിച്ചു. പ്രവാസി സംഘം മാള ഏരിയ സമ്മേളനം നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം MK ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. ഈ ഭൂമി സാധാരണക്കാരുടെ കയ്യിലേക്ക് വന്ന സമയത്ത് അവർ സൗജന്യമായി ആരോഗ്യം ലഭിച്ചപ്പോൾ, സൗജന്യമായി വിദ്യാഭ്യാസം ലഭിച്ചപ്പോൾ പണക്കാരാണ്. സത്യം പറഞ്ഞാൽ ഒരു കേരളത്തെ ഈ ലോകത്തിന് മുമ്പിൽ മാതൃകയാക്കി നിൽക്കുന്നത് ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ള യാതൊരു സംശയം വേണ്ട നമ്മുടെ ആദ്യത്തെ ഗവൺമെന്റ് തന്നെയായിരുന്നു. ആ ഗവൺമെന്റ് നമുക്ക് ലഭിച്ച, നമുക്ക് പണക്കാരുടെ ചിറക് തന്ന ആ ഗവൺമെന്റ്, ആ ഗവൺമെന്റ് തന്ന ആ ചിറകിൽ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ മക്കൾ ഇന്ന് പല രാജ്യങ്ങളിൽ അയർലൻഡിലേക്ക്, സ്വിറ്റ്സർലൻഡിലേക്ക് പോലുള്ള രാജ്യങ്ങളിലേക്ക് ഇന്ന് യാത്രയായി പോകുന്നുണ്ടെങ്കിൽ നമുക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും. അത് അന്നത്തെ ഗവൺമെന്റ് തന്ന ഒരു ഊർജ്ജമായും അന്ന് ലഭിച്ച നമുക്ക് ആത്മവിശ്വാസമായും. ഇന്ന് നമ്മുടെ വടക്കേ ഇന്ത്യ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം പല സംസ്ഥാനങ്ങളിലും അവിടെ താമസിക്കുന്ന പലർക്കും ഭൂമി കിട്ടാത്ത, വീട് കിട്ടാത്ത അവസ്ഥയുണ്ടാകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ നാട്ടിലുള്ള ഒരു കുട്ടിക്ക് ഫിൻലാൻഡിലേക്കോ അയർലൻഡിലേക്കോ സ്വിറ്റ്സർലൻഡിലേക്കോ പോകണമെന്നുണ്ടെങ്കിൽ അവർ സ്വന്തമായിട്ടുള്ള സൊസൈറ്റിയിൽ പോയി പണയം വെച്ചാണെന്നുള്ള ഒരു ആധാരം. MK ഹാഖ്, KR ജോജോ, ബഷീർ തെക്കത്ത്, AS താജുദ്ദീൻ, PK സലീം, സതീഷ് ബാബു എന്നിവർ സംസാരിച്ചു. ശ്രീനാരായണപുരം പഞ്ചായത്തിലെ ആല ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ആല കളരിത്തോട് ഈസ്റ്റ് കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. ജനകീയ സമിതി ചെയർമാൻ KS ബിജീഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ MA അനിൽകുമാർ, കൺവീനർ KC ഉണ്ണികൃഷ്ണൻ, AB പ്രബോഷ്, MR സുധീർ, ആശാ പ്രദീപ് എന്നിവർ സംസാരിച്ചു. പദ്ധതിയുമായി സഹകരിച്ച വ്യക്തികളെ MLA ആദരിച്ചു.
സൈബർ തട്ടിപ്പിലൂടെ 4,48,336 രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയെ തമിഴ്നാട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു. തമിഴ്നാട് തിരുപ്പൂർ ജില്ല ചെട്ടിപ്പാളയം സ്വദേശി മുഹമ്മദ് സമീറിനെയാണ് തമിഴ്നാട് തിരുപ്പൂരിൽ നിന്നും പിടികൂടിയത്. കുഴൂർ സ്വദേശിയായ യുവതിയുടെ ടെലഗ്രാം അക്കൗണ്ടിലേക്ക് പാർട്ട് ടൈം ജോബായി സ്കൈ സ്കാനർ എന്ന ഓൺലൈൻ ഫ്ലൈറ്റ് ബുക്കിംഗ് പോർട്ടലിലൂടെ ബുക്കിംഗ് നിരക്ക് വർദ്ധിപ്പിച്ച് കമ്മീഷൻ നേടാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് 2023 ഒക്ടോബർ 6 മുതൽ 16 വരെയുള്ള തീയതികളിലായി പ്രതിയുടെ വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 4,48,336 രൂപ തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ്. അന്വേഷണത്തിൽ പരാതിക്കാരിയിൽ നിന്നും തട്ടിയെടുത്ത പണത്തിൽ നിന്നും 50,000 രൂപ ട്രാൻസ്ഫർ ചെയ്തു വാങ്ങിയിരുന്ന ഒരു ബാങ്ക് അക്കൗണ്ടിന്റെ ഉടമ തമിഴ്നാട് സ്വദേശിയാണെന്ന് കണ്ടെത്തുകയും ഇയാളെ കണ്ടെത്തി പിടികൂടുന്നതിനായി അന്വേഷണ സംഘത്തെ തമിഴ്നാട്ടിലേക്ക് അയക്കുകയുമായിരുന്നു. അന്വേഷണ സംഘം തമിഴ്നാട്ടിൽ നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണത്തിലാണ് പ്രതിയെ തിരുപ്പൂരിൽ നിന്നും പിടികൂടിയത്. ഇയാൾ 7 മൊബൈൽ ഫോൺ നമ്പറുകളും 3 ബാങ്ക് അക്കൗണ്ടുകളും ഉപയോഗിച്ചിരുന്നു. മാള പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജിൻ ശശി, ചാലക്കുടി പോലീസ് സ്റ്റേഷൻ GSI ഹരിശങ്കർ പ്രസാദ്, മാള പോലീസ് സ്റ്റേഷൻ GS CPO അഭിലാഷ്, ജില്ലാ പോലീസ് മേധാവിയുടെ ക്രൈം സ്ക്വാഡ് അംഗം സോണി PX, ഡ്രൈവർ CPO ഡേവിസ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. കോതപറമ്പ് ആല ബ്രഹ്മശ്രീ തിലകൻ തന്ത്രികളുടെ 13ാമത് ശ്രാദ്ധത്തോടനുബന്ധിച്ചുള്ള ത്രയോദശ ശ്രാദ്ധസ്ഥപര്യ ചടങ്ങുകൾ ആല തന്ത്രപാഠശാലയിലും ഗുരുദേവ കൺവെൻഷൻ സെന്ററിലും നടന്നു. രാവിലെ 7:30 ഗുരുപൂജയ്ക്ക് അർച്ചക ശ്രീ പൂജാപീന ശ്രേണിയിൽ പഠനം പൂർത്തിയാക്കിയ ജയലക്ഷ്മി സദാനന്ദൻ കാർമ്മികത്വം വഹിച്ചു. വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നാമജപവും ഡോക്ടർ വിജയൻ തന്ത്രികൾ അനുസ്മരണ ഭാഷണവും നിർവഹിച്ചു. തുടർന്ന് ഗുരുദേവ കൺവെൻഷൻ സെന്ററിൽ നടന്ന സത്സംഗത്തിൽ കപിലാശ്രമം മഠാധിപതി സ്വാമി തേജസ്വരൂപാനന്ദ സരസ്വതി അനുഗ്രഹ പ്രഭാഷണം നിർവഹിച്ചു. സ്വാമി വിശ്വേശ്വരാനന്ദ സരസ്വതി ഭദ്രദീപ പ്രകാശനം നടത്തി. വൈദിക സംഘം ആചാര്യൻ പ്രകാശൻ തന്ത്രി അധ്യക്ഷത വഹിച്ചു. 12ാമത് തന്ത്രിക തിലക പുരസ്കാരം സംസ്കൃത ഭാഷാ പണ്ഡിതൻ പ്രൊഫസർ MV നടേശൻ മാസ്റ്റർക്ക് സമ്മാനിച്ചു. കാക്കശ്ശേരി രവീന്ദ്രൻ പണിക്കർക്ക് ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമി ദേവജ്ഞ പുരസ്കാരം നൽകി. കുട്ടനാട് രാവുണ്ണി പണിക്കർ പ്രതിഭകൾക്കുള്ള പുരസ്കാരം വിതരണം ചെയ്തു. വിദ്യാഭ്യാസ പ്രോത്സാഹ സമ്മാനങ്ങൾ PK പ്രസന്നൻ നൽകി. രോഗികൾക്കുള്ള ചികിത്സാ സഹായം സുബീഷ് ചെത്തിപ്പാടത്ത് വിതരണം ചെയ്തു. പ്രസിഡന്റ് MN നന്ദകുമാർ തന്ത്രി, ലാലപ്പൻ തന്ത്രി, PC ബൈജു ശാന്തി, MB വിശ്വംഭരൻ ശാന്തി, PK ഉണ്ണികൃഷ്ണൻ ശാന്തി, സദാനന്ദൻ ശാന്തി, മനോജ് ശാന്തി, സന്തോഷ് ശാന്തി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. എഴുത്തുകാരൻ ഹുസൈർ മുഹമ്മദിന്റെ 3ാമത് പുസ്തകം ശിരോലിഖിതം പ്രകാശനം ചെയ്തു. ചാമക്കാല സംസ്കാര കൂട്ടായ്മ ചാമക്കാല ഗവൺമെന്റ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് പുസ്തക പ്രകാശനം നിർവഹിച്ചു. എഴുത്തുകാരി ഡോക്ടർ സ്മിത മേനോൻ മുല്ലശ്ശേരി പുസ്തക പരിചയം നടത്തി. സിനിമ സീരിയൽ താരം ഷൈജൻ ശ്രീവത്സം, RI സക്കറിയ, ES സലീം, ഹുസൈർ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. ഇന്ന് നമ്മുടെ മലയാള നോവൽ സാഹിത്യരംഗത്ത് നിരവധി പുസ്തകങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, നിരവധി നോവലുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നോവലുകളുടെ ഒരു വല്ലാത്തൊരു സമൃദ്ധി ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ അതിൻ്റെ മറ്റ് എല്ലാ കാര്യങ്ങളിലും നോവലിന് മാത്രമായിട്ടല്ല, അവയുടെ ഒരു എണ്ണത്തിൽ വർധനമുണ്ടെങ്കിലും അതിൻ്റെ ഒരു ക്വാളിറ്റിയുടെ കാര്യത്തിലൊക്കെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് സംശയാസ്പദമായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ പണ്ട് വായിച്ചിട്ടുള്ള പല നോവലുകളും നമ്മുടെ മനസ്സിൽ അതിലെ കഥാപാത്രങ്ങളാണെങ്കിലും അതിലെ ഇതിവൃത്തങ്ങളാണെങ്കിലും എല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരുപാട് മഹത്തായിട്ടുള്ള കൃതികൾ മലയാളത്തിലുണ്ടായിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പാലപ്പിള്ളി കുണ്ടായിൽ വീണ്ടും പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. കുണ്ടായി തോട്ടം തൊഴിലാളിയായ കൊല്ലേരി അഷറഫിന്റെ പശുക്കുട്ടിയാണ് ചത്തത്. ശനിയാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. വധശ്രമക്കേസിൽ ഒളിവിലായിരുന്ന പിടികിട്ടാപ്പുള്ളിയെ പുത്തൻവേലിക്കരയിൽ നിന്നും അറസ്റ്റ് ചെയ്തു. പുത്തൻവേലിക്കര സ്വദേശി ചെമ്പിശ്ശേരി വീട്ടിൽ ഗോകുലിനെയാണ് അറസ്റ്റ് ചെയ്തത്.
സംസ്ഥാനത്തെ മികച്ച സാംസ്കാരിക സംഘടനയ്ക്ക് നവമലയാളി കൂട്ടായ്മ ഏർപ്പെടുത്തിയ സാംസ്കാരിക പുരസ്കാരം കുഴിക്കാട്ടുശ്ശേരി ഗ്രാമിക ഏറ്റുവാങ്ങി. പ്രസിഡന്റ് PK കിട്ടൻ പുരസ്കാരം സ്വീകരിച്ചു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.